വാസു ഇവിടെ ഇല്ലല്ലോ. താഴെ ഭാവനയും ഭാസ്കറും വലിയ ടെൻഷനിലുമാണ്. തീർച്ചയായിട്ടും എന്തോ സംഭവിച്ചിട്ടുണ്ട്. വാസു എവിടെ പോയതാകും? ഇതങ്ങനെ വിട്ടാ പറ്റില്ല. എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ചാൽ മതിയാകും. പറയണം. ഇതാദ്യം ഏട്ടത്തോട് പറയാം. അയ്യോ, ഇളയമ താഴേക്ക് വരുവാണല്ലോ. മുകളിൽ വാസു ഇല്ലെന്നുള്ള കാര്യം അമ്മയോട് പറയൂ. അമ്മയോട് ഞാൻ ഇനി എന്ത് പറയും? അവിടെ വാസു വന്നെന്ന് തോന്നുന്നു. ഭാവനെ, സ്വാമിജി വന്നെന്ന് തോന്നുന്നു. വസു, കാർത്തിക, ഭാസ്കർ, വേഗം വന്നേ. വാ 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 ഭാവനെ. അവിടെ നിക്ക. എടുത്തി നമസ്കാരം സ്വാമി. നമസ്കാരം സ്വാമി. നമസ്കാരം സ്വാമിജി. എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. വരണം സ്വാമി. ജയന്തി, വാസുവും അഖിലും കാർത്തികയും ഒക്കെ എവിടെ? ഇപ്പൊ വരൂ ഏട്ടാ. ഭാസ്കർ, എടുത്തി എവിടെ അവര്? ഒരു മിനിറ്റ്, ഒന്നും ഇങ്ങോട്ട് വന്നേ. വാ എടുത്തി, ഒരു കാര്യം എന്താ എടുത്തി? വാ. എന്താന്ന് പറയാ എടുത്തി? എടുത്തി, മുകളിലത്തെ റൂമിൽ വാസു ഇല്ല. എടുത്തി, എടുത്തി എന്തായി പറയുന്നേ? ഈ ഭാസ്കറും ഭാവനയും ചേർന്ന് എന്തോ നാടകം കളിക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ വാസു എന്തോ ചെയ്തോണ്ടിരിക്കുക. വീട്ടില് പൂജയുണ്ടെന്നും സ്വാമി വരുമെന്നും ഇന്നലെ ഏട്ടനും ഏടത്തിയും ആവർത്തിച്ച് പറഞ്ഞതല്ലേ. എന്നിട്ടും വാസു പുറത്തേക്ക് പോയിരിക്കുന്നു. അവൾക്ക് ഏടത്തിയുടെ വാക്കിനൊന്നും ഒരു വിലയില്ല. ഏട്ടത്തിയോടൊരു ബഹുമാനം പോലും ഇല്ല. ഇളയമ്മ എന്തായി പറയുന്നത്? വസു പുറത്തുപോയെന്ന് ആരാ പറഞ്ഞേ? വീട്ടിൽ തന്നെ ഉണ്ട്. എവിടെയാടാ ഉള്ളത്? നീ ഒന്ന് കാണിച്ചേ. വാസു ഈ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ എന്റെ തല വെട്ടിയെടുത്ത് വീടിന്റെ വാതിൽക്കൽ കെട്ടി തൂക്കിയിടും. പിന്നെ ആ വരുന്ന ആരാ?
നീ ഇത്ര നേരം എവിടെയായിരുന്നടി? ഓ, ഈ ഗ്യാപ്പിൽ ഇത്രയൊക്കെ സംഭവിച്ചു. എന്താ മോളെ വസു, ഇത്രയും നേരമായിട്ടും താഴേക്ക് വരാതെ എന്ത് ചെയ്യായിരുന്നു? ചെറിയ ജോലി ഉണ്ടായിരുന്നു, അത് തീർത്തിട്ടാ വന്നേ. ആ ജോലിക്ക് എന്നെയും കാർത്തികയും ഏട്ടനെ അയച്ചത്. ഇളയമ്മേ, കത്തി കൊണ്ടുവരട്ടോ, തല വെട്ടിയെടുക്കാനായിട്ട്. ശരി, നമുക്ക് അകത്തേക്ക് പോകാം. സ്വാമിജി ചെയ്യണമെന്ന് കരുതുന്നു. ശുഭം. ദീർഘസുമംഗലീ ഭവ. ഈ ചരട് ഒരു മണ്ഡലകാലത്തേക്ക് അഴിക്കരുത്. എല്ലാം നല്ലതായി വരും. ശരി സ്വാമി. മംഗളം ഭവിക്കട്ടെ.
എന്നാൽ ഞാൻ ഇറങ്ങുകയായി. ശരി സ്വാമിജി. എത്രയും പെട്ടെന്ന് തന്നെ കാർത്തികയ്ക്കും അഖിലിനും ഒരു സ്ഥാനം ഉണ്ടാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ കാർത്തിക അവളുടെ വീട്ടിലേക്ക് പോകേണ്ടി വരും. ഒന്ന് നിർത്തിക്കേ. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കളിക്കേണ്ടത്. ഇങ്ങനെ വഴക്കൂടാൻ പാടില്ല. വഴക്കിടല്ലേ. അമ്മേ, ഇങ്ങോട്ടൊന്ന് വന്നേ. അനുവും കീർത്തി വഴക്കുണ്ടാക്കുക. അമ്മേ, അനു കീർത്തി ഇങ്ങനെ വഴക്കുണ്ടാക്കാതെ. അയ്യോ, അനു കീർത്തി, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? നിർത്ത്. എന്താ ഏട്ടാ, കുട്ടികളോട് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? നോക്ക്, കുട്ടികൾ ഒരുപാട് പേടിച്ചിരിക്കുക. കുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്ന് ഏട്ടൻ ഇതുവരെ അറിയില്ലേ? ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട് തുടങ്ങിയാൽ എങ്ങനെയാ ശരിയാവുക? ഏട്ടൻ ഇങ്ങനെ തുടങ്ങിയാൽ കുട്ടികൾ പേടിച്ചു പോവില്ലേ? ഇതില് അച്ഛന്റെ തെറ്റൊന്നുമില്ല അമ്മ. അനുവും കീർത്തിയും കൊറേ നേരമായിട്ട് വഴക്കിടുവാ. എന്തിന്? ഈ ടെഡി ബിയറിന് വേണ്ടി രണ്ടുപേരും കൊറേ നേരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുമായിരുന്നു. വഴക്ക് കൂടല്ലേ മക്കളെ, അത് തെറ്റാ. നമുക്ക് നാളെ വേറെ ടെഡി ബിയർ വാങ്ങാം, പറഞ്ഞത് കേട്ടോ. രണ്ടുപേരും ഷേക്കാൻ്റെ അടുത്ത്. ഇനി രണ്ടുപേരും ഹഗ് ചെയ്തേ. ഇങ്ങനെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ രണ്ടുപേരും ഇരിക്കണം. ഉണ്ണി, ഇവർ രണ്ടുപേരും അകത്തേക്ക് കൊണ്ടുപോയി നിങ്ങൾ ഒരുമിച്ച് കളിച്ചോ. ഓക്കേ അമ്മ. ചെല്ല്. ഞാനാ ഫസ്റ്റ്. എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? തനിക്ക് എന്താ പറ്റിയ? എനിക്ക് എന്ത് പറ്റിയെന്ന് ഏട്ടൻ പറയുന്നേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ നന്നായിട്ട് തന്നെ ഇരിക്കുന്നേ. അനുവും കീർത്തിയും വഴക്കുണ്ടാക്കുന്നത് താനെന്താ കണ്ടില്ലേ? ഉണ്ണി വിളിച്ചപ്പോഴും താൻ ശ്രദ്ധിച്ചില്ലല്ലോ. അതിന് മാത്രം എന്താ ആലോചിച്ച? ഏയ് ഒന്നുമില്ല ഏട്ടാ. ഇല്ല, താൻ രാവിലെ തൊട്ടേ നല്ല അപ്സെറ്റാണ്. അങ്ങനെയൊന്നുമില്ല ഏട്ടാ, ഞാൻ ഹാപ്പി ആയിട്ടാ ഇരിക്കുന്നേ. നന്നായിട്ട് കള്ളം പറയുന്നല്ലോ. ഏട്ടൻ ഇങ്ങനെ വീട്ടിലിരുന്ന് എപ്പോഴും എന്നെ തന്നെ വാച്ച് ചെയ്തോണ്ടിരിക്കുകയാണോ? ഏട്ടന് വേറെ ജോലിയൊന്നുമില്ലേ? എന്റെ മുഖത്ത് എന്താ ഉള്ളത്, മനസ്സിലെന്താ ഉള്ളത്, എപ്പോഴും ഇതൊക്കെ സെർച്ച് ചെയ്തോണ്ടിരിക്കുകയാണോ? താൻ വെറുതെ വിഷയം മാറ്റണ്ട. എന്താണ് കാര്യം എന്ന് പറയും. ഒന്നുകിൽ ആ വീട് ഉപേക്ഷിച്ച് കാർത്തികയും അഖിലും പുറത്തേക്ക് വരണം, അല്ലെങ്കിൽ നീയും നിന്റെ ഭർത്താവും കുട്ടികളും എല്ലാവരും പുറത്തു പോണം. നീയുള്ള വീട്ടിൽ
കാർത്തിക കഴിയാൻ പാടില്ല. എന്താ ചെറിയ ഇങ്ങനെയൊക്കെ? നീയുള്ളപ്പോ കാർത്തികയ്ക്ക് അവിടെ ഒരു സ്ഥാനവും കിട്ടില്ല. സ്നേഹമോ ബഹുമാനമോ ഉണ്ടാവില്ല. ഈ കണ്ടീഷൻ നീ സമ്മതിച്ചാ ഇപ്പൊ തന്നെ കാർത്തികയെ ഞാൻ നിന്നോടൊപ്പം പറഞ്ഞുവിടാം. ഞാൻ എന്താ ഏട്ടനോട് പറയേണ്ടത്? എന്തോ ഉണ്ടെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ. എന്താന്ന് ഏട്ടന് തന്നെ പറഞ്ഞൂടെ? താനത് എന്നോട് ചോദ്യം ചോദിക്കുകയാണോ? അല്ല, എന്തിനെങ്ങനെ ഉരുണ്ട് കളിക്കുന്നത്? രാവിലെ മുതൽ തന്റെ മുഖത്തൊരു ചിരി പോലും കണ്ടില്ല. ഞാൻ എന്തിനാ ചിരിക്കാതിരിക്കണം? ഞാൻ ചിരിക്കല്ലേ? എപ്പ ചിരിച്ചു എന്നാ? ദാ ഇപ്പൊ ചിരിച്ചോണ്ട് നിക്കാണ്. ഇതെന്താ ചിരിയല്ലേ? എന്നാ ഒന്ന് ചിരിച്ചേ. മതിയോ? ഇത് കുറച്ച് ഓവറല്ലേ? ഇതോ വളരെ കുറഞ്ഞുപോയി. വേറെ എങ്ങനെയാ ഞാൻ ചിരിക്കുക? ഈ ചിരിക്കാനെന്ന് പറഞ്ഞാൽ അഭിനയമല്ല, അത് നാച്ചുറലായിട്ട് വരണം. മനസ്സിൽ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ അത് തനിയെ വന്നോളൂ. എന്നാൽ തന്നെ അഭിനയിക്കുകയാണെങ്കിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ് അർത്ഥം. ഏട്ടന് ഇവന്റ് ഓർഗനൈസർ ആകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റോ ആകേണ്ടതായിരുന്നു. നമ്മളോടൊപ്പം ജീവിക്കുന്ന മനുഷ്യരുടെ മനസ്സ് മനസ്സിലാക്കാൻ സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ ആവേണ്ട ഒരാവശ്യമില്ല. തന്റെ പ്രശ്നം എന്താണെന്ന് പറ. അയ്യോ, ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ ഏട്ടാ? പിന്നെ താനെന്തിനാ ഓരോന്നിങ്ങനെ ആലോചിക്കുന്നത്? ഞാൻ എന്നത്തെയും പോലെ തന്നെ ഇരിക്കുന്ന ഏട്ടനോ ആവശ്യമില്ലാതെ അതും ഇതും ചോദിച്ചോണ്ടിരിക്കുന്ന. അപ്പോ ഒരു പ്രശ്നമില്ലെന്നാണോ? ഇല്ലെന്നേ. എന്നാ മനസ്സറിഞ്ഞൊന്നും ചിരിച്ചേ കാണട്ടെ. ഏട്ടൻ എന്താ എന്നെ ചിരിക്കാൻ പഠിപ്പിക്കുകയാണോ? തനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാം. അയ്യോ, പിടിച്ചു നിൽക്കാൻ വലിയ പാടാ. എന്തെങ്കിലും പറഞ്ഞ് എസ്കേപ്പ് ആയേ പറ്റൂ. കുട്ടികൾ അകത്തേക്ക് പോയിരിക്കുക. ഇനി വീണ്ടും അവർ തല്ലുകൂടോ എന്തോ. ഞാൻ പോയി നോക്കിയിട്ട് വരാം കേട്ടോ. അവരുടെ കൂടെ ഉണ്ണിയുണ്ട്, നോ പ്രോബ്ലം. ആദ്യം തന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു. എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല, മനസ്സിലായോ? ശരി. എടി കാർത്തികേ, ലെറ്റർ എഴുതി വെച്ചിട്ട് നീ നിന്റെ വീട്ടിലേക്ക് പോയതല്ലേ? പിന്നെ എന്തിനാ തിരിച്ചു വന്നേ? ഈ ഇരിക്കുന്ന നശിച്ച വള ഇടാനാ തിരിച്ചു വന്നേ? ഇല്ല, എന്റെ മോൻ വരാൻ പറഞ്ഞു. ആ, എന്താ പറഞ്ഞേ? നിന്റെ അമ്മ പറഞ്ഞിട്ടല്ലേ നീ അങ്ങോട്ട് പോയത്? പിന്നെ എന്തിനാ നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേ? അതറിയില്ല, എന്റെ മോൻ വരാൻ പറഞ്ഞു, ഞാൻ വന്നു. ആ, ഞാൻ ഇട്ട പ്ലാൻ എല്ലാം നശിപ്പിച്ചില്ലേ നീ? നീ ആദ്യം പോയിട്ട് പിന്നാലെ അഖിലിനെ കൊണ്ടുപോകുന്നു ഞാൻ എന്തുമാത്രം ആശിച്ചതാ. നിങ്ങൾ തനിയെ ബിസിനസ് ചെയ്ത് പേരും പ്രശസ്തിയും നേടുമെന്ന് ഞാൻ സ്വപ്നം കണ്ടു. നിങ്ങൾ രണ്ടുപേരെയും കണ്ട് എനിക്ക് അഭിമാനിക്കാന്നാ വിചാരിച്ച് എന്റെ സ്വപ്നങ്ങളെല്ലാം നീ തകർത്തില്ലേ? ഞാനെന്ത് ചെയ്യാനാ? എന്നെ വിളിക്കാൻ വേണ്ടി വസുവേട്ടത്തെയും അഖിലും വന്നിരുന്നു. ഞാൻ വരില്ലെന്ന് പറഞ്ഞതാ. മോമിനോട് വസുവേട്ടത്തി എന്താ പറഞ്ഞെന്ന് അറിയില്ല. എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആ, എന്നുവെച്ചാ നിന്നെ പോലെ നിന്റെ അമ്മയ്ക്കും ബുദ്ധി മരവിച്ചു പോയോ? എന്റെ മോമിനെ അണ്ടർ എസ്റ്റിമേറ്റ് ഒന്നും ചെയ്യണ്ട. എന്റെ മോം എന്ത് ചെയ്താലും നല്ലതുപോലെ ആലോചിച്ചേ ചെയ്യൂ. ആ, എന്താലോചിച്ച് ചെയ്താന്നൊന്നും എനിക്കറിയില്ല. നീ വീണ്ടും നരകത്തിലേക്ക് തന്നെയാ വന്നിരിക്കുന്നേ. ഇനി നിന്റെ ജീവിതം മുഴുവനും അടിമയായിട്ട് തന്നെ ജീവിക്കണം. ആന്റി, ഒരു സത്യം പറയട്ടെ. എന്താ? അഖിലിനോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. ഞാൻ വളരെ ആശിച്ചാ പ്രണയിച്ച് കല്യാണം കഴിച്ചത്. എന്റെ വാക്ക് കേക്കില്ലെന്നൊരു ദേഷ്യം മാറ്റി നിർത്തിയ എന്റെ അഖിലിനോട് എനിക്ക് വേറെ ഒരു കംപ്ലൈന്റും ഇല്ല. അഖിലിനെ കാണാതെ എനിക്ക് പറ്റില്ല ആന്റി. വസുവേട്ടത്തി എന്റെ വീട്ടിലേക്ക് വന്നില്ലെങ്കിലും മോം എന്നോട് പോകണ്ടെന്ന് പറഞ്ഞാലും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ വീട്ടിലേക്ക് തന്നെ വരും. ഒറ്റൊരെണ്ണം തന്നാലുണ്ടല്ലോ. ഭർത്താവിനെ കണ്ട് നീ ഇങ്ങനെ മയങ്ങി വീണാൽ എങ്ങനെയടി? എന്നെ നോക്ക്, എനിക്ക് ഭർത്താവിന് നഷ്ടപ്പെട്ടിട്ട് 30 വർഷമായി. ഞാൻ അയാളെ പറ്റി ആലോചിക്കാറേ ഇല്ല. അയാളെ പേരെങ്കിലും ഞാൻ പറയാറുണ്ടോ? രണ്ടാം കല്യാണത്തിനെ കുറിച്ച് സ്വപ്നം കാണുന്നുണ്ടല്ലോ.
കളിയാക്കലിനൊന്നും ഒരു കുറവുമില്ല. നിന്റെ വീക്ക്നെസ് ആയിരിക്കും